L2 എമ്പുരാൻ എന്ന മോഹൻലാൽ നായകനായിട്ടുള്ള സിനിമയുടെ ഈ ഒരു പോസ്റ്റർ റിലീസ് ആയപ്പോൾ തൊട്ട് നമ്മളിൽ പലരും ഈ സിനിമയിലെ മെയിൻ വില്ലൻ ആരാണെന്ന് ചർച്ച ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളതാണ്. തീർച്ചയായിട്ടും എമ്പുരാനെ പോലെ ഒരു ബ്രഹ്മാണ്ഡ സിനിമ നമ്മുടെ മലയാള സിനിമയിൽ അവതരിപ്പിക്കപ്പെടുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ചർച്ച ചെയ്യപ്പെടേണ്ടത് ഇതിലെ വില്ലൻ ആരായിരിക്കും എന്നുള്ള കാര്യമാണോ? നമസ്കാരം, ഞാൻ ജുബൈർ. എൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എമ്പുരാൻ എന്ന ബ്രഹ്മാണ്ഡ സിനിമ കാണാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. അതായത് ടോപ്പ് 5 റീസൺസ് ടു വാച്ച് എമ്പുരാൻ ഇൻ തിയേറ്റർ എന്ന ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു വീഡിയോ. സോ നമുക്ക് ഒട്ടും സമയിക്കാതെ വീഡിയോ തുടങ്ങാം. എമ്പുരാൻ എന്ന സിനിമ കാണാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അത് ലൂസിഫർ എന്ന സൂപ്പർ ഹിറ്റ് സിനിമയുടെ 2ാം ഭാഗം ആണ് എന്നുള്ളത് തന്നെയാണ്. ഇതിന്റെ സംവിധായകനായിട്ടുള്ള പൃഥ്വിരാജ് തന്നെ ഈ ഒരു കാര്യം ഒരു ഇന്റർവ്യൂവിൽ പറയുകയുണ്ടായി. അതായത് എമ്പുരാൻ എന്ന സിനിമ കാണാൻ നമ്മൾ തിയേറ്ററിൽ എത്തുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ലൂസിഫർ എന്ന സിനിമയുടെ സെക്കൻഡ് പാർട്ട് ആയതുകൊണ്ട് തന്നെയാണ്. കാരണം ലൂസിഫർ എന്ന സിനിമ പറയാതെ ബാക്കി വെച്ചിട്ടുള്ള ആ ഒരു സിനിമ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള ഒരുപാട് നിഗൂഢതകളുണ്ട്. ആ ഒരു നിഗൂഢതകളുടെ ചുരുളഴിഞ്ഞത് എമ്പുരാനിലായിരിക്കുമെന്ന് നമ്മൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നു. കൂടാതെ ലൂസിഫർ എന്ന സിനിമയിൽ പൂർണ്ണമായിട്ടും പറയാൻ സാധിക്കാതെ ആയിട്ടുള്ള അതിലെ മുഖ്യ കഥാപാത്രങ്ങളുടെ ബാക്ക് സ്റ്റോറി അത് തീർച്ചയായിട്ടും നമുക്ക് അറിയാൻ സാധിക്കുന്നത് എമ്പുരാനിലായിരിക്കുമെന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നത്. സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന മോഹൻലാൽ അവതരിപ്പിക്കുന്ന സുപ്രധാന കഥാപാത്രത്തിന്റെ ഒരു മുഖം മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. ആ ഒരു കഥാപാത്രത്തിന്റെ ബാല്യകാലം നമ്മൾ കണ്ടു. പക്ഷേ ആ ഒരു കഥാപാത്രം എങ്ങനെ നമ്മൾ ഇന്ന് കാണുന്ന സ്റ്റീഫൻ നെടുമ്പള്ളിയായി മാറി എന്നുള്ളത് നമ്മൾ അറിഞ്ഞിട്ടില്ല. അതുകൂടാതെ എമ്പുരാൻ എന്ന സിനിമ അവസാനിക്കുമ്പോൾ നമ്മൾ എല്ലാവരെയും നിഗൂഢതയിൽ ആഴ്ത്തിക്കൊണ്ട് സ്റ്റീഫൻ നെടുമ്പള്ളി എബ്രാം ഖുറേഷിയായിട്ട് പ്രത്യക്ഷപ്പെടുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ എബ്രാം ഖുറേഷി എന്ന മോഹൻലാലിന്റെ കഥാപാത്രത്തിലുള്ള ട്രാൻസ്ഫോർമേഷൻ ആ ഒരു എബ്രാം ഖുറേഷി ആണോ നമ്മളെ കൂടുതൽ ത്രില്ലടിപ്പിക്കുക, അല്ലെങ്കിൽ നമ്മൾ മുമ്പ് കണ്ട സ്റ്റീഫൻ നെടുമ്പള്ളി ആയിരിക്കുമോ എമ്പുരാനിൽ നമ്മളെ കൂടുതൽ ത്രില്ലടിപ്പിക്കുക? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളെ കൂടുതൽ ക്യൂരിയസ് ആക്കുന്നത്. അതുപോലെ തന്നെ പൃഥ്വിരാജ് അവതരിപ്പിക്കുന്ന കഥാപാത്രമായിട്ടുള്ള സെയ്ദ് മസൂദിന്റെ ബാക്ക് സ്റ്റോറി എന്തായിരിക്കും? സെയ്ദ് മസൂദും എബ്രാം ഖുറേഷിയും തമ്മിൽ എന്താണ് യഥാർത്ഥത്തിലുള്ള ബന്ധം? അങ്ങനെ ഒരുപാട് കാര്യങ്ങളെ കുറിച്ചുള്ള നിഗൂഢതകൾ അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊക്കെയുള്ള ഒരു ബാക്ക് സ്റ്റോറി നമ്മൾ കാണാൻ പോകുന്നത് എമ്പുരാനിലാണ് എന്നുള്ളതാണ് ഈ ഒരു സിനിമ കാണാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. L2E അഥവാ L2 എമ്പുരാൻ എന്ന മോഹൻലാൽ നായകനായ പൃഥ്വിരാജ് സംവിധാനം ചെയ്തിട്ടുള്ള ഈ ഒരു സിനിമ കാണാൻ നമ്മളെ തിയേറ്ററിൽ എത്തിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം ഈ ഒരു സിനിമയുടെ പ്രീ റിലീസ് റെക്കോർഡുകളാണ്. അതായത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മലയാള സിനിമയുടെ ഇന്നേ വരെയുള്ള ചരിത്രത്തിലെ ഏറ്റവും വലിയ മുടക്കുമുതലിൽ നിർമ്മിക്കുന്ന സിനിമ എന്നുള്ള ഖ്യാതിയാണ് എമ്പുരാന് ലഭിച്ചിരിക്കുന്നത്. ഈ ഒരു ബ്രഹ്മാണ്ഡ സിനിമയുടെ ബഡ്ജറ്റ് എത്രയാണെന്ന് ഇതിന്റെ അണിയറ പ്രവർത്തകർ ഇതുവരെ ഒഫീഷ്യലി പ്രഖ്യാപിച്ചിട്ടില്ല. അപ്പോൾ എമ്പുരാൻ എന്ന സിനിമയുടെ ആക്ച്വൽ ബഡ്ജറ്റ് എത്രയാണെന്ന് നമ്മൾ ഊഹിക്കുന്നതിലും അപ്പുറമാണ് എന്നുള്ളതാണ് ഇതിന്റെ സംവിധായകൻ കൂടിയായിട്ടുള്ള പൃഥ്വിരാജൻ ഒരിക്കൽ പറയുകയുണ്ടായത്. അതായത് ഇതിന്റെ ബഡ്ജറ്റ് എത്രയാണോ അദ്ദേഹം പറയാൻ ആഗ്രഹിക്കുന്നില്ല, പക്ഷേ നിങ്ങൾ എത്രയാണോ ഇത് സിനിമയുടെ ബഡ്ജറ്റ് ഊഹിക്കുന്നത് അതിലും കൂടുതൽ തന്നെയാണ് ഇതിന്റെ ബഡ്ജറ്റ് എന്നാണ് അദ്ദേഹം പറയുകയുണ്ടായത്. കാരണം ഈ ഒരു സിനിമയുടെ ബഡ്ജറ്റ് മുഴുവനും ചെലവഴിച്ചത് ഇതിലെ നടീനടന്മാർക്കല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ഒരു സിനിമയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ് ഇതിന്റെ ബഡ്ജറ്റ് ഭൂരിഭാഗവും ചെലവഴിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എമ്പുരാൻ എന്ന സിനിമ കാണാൻ നമ്മൾ എല്ലാവരും കാത്തിരിക്കുന്നതിന് ഒരു പ്രധാനപ്പെട്ട ഘടകം ഇതിന്റെ പ്രീ റിലീസ് റെക്കോർഡ് അല്ലെങ്കിൽ ഇതിന്റെ ബഡ്ജറ്റ് ഒരു പ്രധാന ഘടകമായിട്ട് നമുക്ക് കണക്കാക്കാം. ആശീർവാദ് സിനിമാസും ഗോകുലം മൂവീസും ചേർന്ന് നിർമ്മിച്ച് പൃഥ്വിരാജ് സംവിധാനം ചെയ്തിട്ടുള്ള L2 എമ്പുരാൻ എന്ന സിനിമ കാണാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം ഇതിന്റെ വമ്പൻ താരനിരയാണ് എന്നുള്ളതാണ്. മലയാള സിനിമയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇത്രയും അധികം വിദേശ അഭിനേതാക്കൾ അഭിനയിക്കുന്ന ഒരു സിനിമയാണ് L2 എമ്പുരാൻ. കൂടാതെ അന്യഭാഷാ നടീനടന്മാരും ഇതിൽ സുപ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു സവിശേഷത. ലൂസിഫറിൽ നമ്മൾ കണ്ടിട്ടുള്ള നിരവധി കഥാപാത്രങ്ങൾ ഇതിൽ പുതിയ പര്യവേഷത്തോടു കൂടി എത്തപ്പെടുന്നുണ്ടെന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു സവിശേഷത. അപ്പൊ ഇത്രയധികം പ്രമുഖരായിട്ടുള്ള അഭിനേതാക്കൾ, അതായത് വിദേശികളും സ്വദേശികളുമായിട്ടുള്ള അഭിനേതാക്കൾ അണിനിരക്കുന്ന ഒരു മലയാള സിനിമയുടെ ചരിത്രത്തിൽ ആദ്യമായാണ്. അപ്പൊ ഈ ഒരു സിനിമയിൽ നമ്മുടെ മലയാളികളുടെ പ്രിയങ്കരായിട്ടുള്ള നിരവധി അഭിനേതാക്കൾ അണിനിരക്കുന്നുണ്ട്. മോഹൻലാൽ, പൃഥ്വിരാജ്, ടൊവിനോ തോമസ്, മഞ്ജു വാര്യർ തുടങ്ങി പ്രമുഖരായിട്ടുള്ള നടീനടന്മാർ അണിനിരക്കുന്നുണ്ട്. ഈ ഓരോ അഭിനേതാക്കളും അവതരിപ്പിക്കുന്ന കഥാപാത്രങ്ങളുടെ വ്യത്യസ്ത ഷെയ്ഡ് നമുക്ക് എമ്പുരാനിൽ കാണാൻ സാധിക്കുമെന്നുള്ളതാണ് ഇത് കാണാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന
മറ്റൊരു സുപ്രധാനമായിട്ടുള്ള ഘടകം. അതുപോലെ തന്നെ എമ്പുരാനിൽ സുപ്രധാനമായിട്ടുള്ള നായിക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന മഞ്ജു വാര്യരുടെ പ്രിയദർശിനി രാംദാസ് എന്ന കഥാപാത്രം, ഈ ഒരു കഥാപാത്രത്തെ നമ്മൾ ലൂസിഫറിൽ കണ്ടിട്ടുള്ളത് വളരെയധികം ആത്മസംഘർഷങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു കുടുംബിനിയായിട്ടാണ്. എന്നാൽ എമ്പുരാനിൽ എത്തുമ്പോൾ അവർ ശരിക്കും പറയാൻ വളരെ ബോൾഡ് ആയിട്ടുള്ള, വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രിയദർശിനി രാമദാസ്, അല്ലെങ്കിൽ വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകയായിട്ടാണ് നമ്മൾ എമ്പുരാനിൽ കാണുന്നത് എന്നുള്ളത് മറ്റൊരു സവിശേഷതയാണ്. അതുപോലെ തന്നെ എമ്പുരാനിൽ നമ്മൾ കൂടുതലായിട്ടും കാണാൻ വേണ്ടി പോകുന്നത് പൃഥ്വിരാജ് അവതരിപ്പിക്കുന്ന കഥാപാത്രമായിട്ടുള്ള സെയ്ദ് മസൂദിന്റെ ക്യാരക്ടറൈസേഷൻ ആയിരിക്കും എന്നുള്ളതാണ്. കാരണം അതിന്റെ ട്രെയിലർ തന്നെ നൽകുന്ന സൂചനകൾ സെയ്ദ് മസൂദ് എന്ന കഥാപാത്രത്തിലേക്ക് കൂടുതലായുള്ള റിവീലേഷൻ എമ്പുരാനിൽ ഉണ്ടാകുമെന്നുള്ളതാണ്. സെയ്ദ് മസൂദ് എന്ന കഥാപാത്രത്തിന്റെ ബാക്ക് സ്റ്റോറി അത് വളരെയധികം ഇൻഡെപ്ത് ആയിട്ട് എമ്പുരാനിൽ നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇതുപോലെ തന്നെ ലൂസിഫറിൽ ഇതുവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടാത്ത നിരവധി കഥാപാത്രങ്ങൾ എമ്പുരാനിൽ അവതരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു കൊച്ചു ഫിലിം ഇൻഡസ്ട്രി ആയിട്ടുള്ള മോളിവുഡിൽ നിന്നും ഇത്രയധികം വലിയ സ്റ്റാർ കാസ്റ്റിൽ ഒരു സിനിമ വരുന്നു. ആ ഒരു സിനിമ നമ്മളെ കൂടുതൽ എക്സൈറ്റ് ചെയ്യിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഒരു സിനിമ കാണാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന മറ്റൊരു ഘടകം. മോഹൻലാൽ, മഞ്ജു വാര്യർ, പൃഥ്വിരാജ്, ടൊവിനോ തോമസ് തുടങ്ങി വമ്പൻ താരനിര അണിനിരക്കുന്ന L2 അഥവാ L2 എമ്പുരാൻ എന്ന സിനിമ കാണാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം എന്നുള്ളത് എമ്പുരാൻ എന്ന സിനിമയുടെ ടെക്നിക്കൽ റിച്ച്നെസ് ആണ്. അതായത് വളരെയധികം ടെക്നിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സിനിമയാണ് എമ്പുരാൻ എന്നുള്ളതാണ് ഇതിന്റെ ടീസറും ട്രെയിലറും നമ്മളെ മനസ്സിലാക്കി തരുന്നത്. നമ്മൾ പ്രതീക്ഷിക്കുന്നതിലപ്പുറമാണ് ഇതിന്റെ ടെക്നിക്കൽ റിച്ച്നെസ് എന്നുള്ള സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത്. ഈ ഒരു സിനിമയുടെ ആക്ഷൻ കൊറിയോഗ്രാഫി നമ്മളെ ശരിക്കും ത്രില്ലടിപ്പിക്കുന്ന ഒന്നായിരിക്കും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചില സിനിമകളിലൊക്കെ മോഹൻലാൽ ഡ്യൂപ്പ് പോലും ഇല്ലാതെയാണ് ഈ സിനിമയുടെ ചില ആക്ഷൻ സീക്വൻസുകൾ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നമ്മളെ ശരിക്കും അമ്പരിപ്പിക്കുന്നുണ്ട്. കൂടാതെ ഈ ഒരു സിനിമയ്ക്ക് ആവശ്യമായിട്ടുള്ള CGI വർക്കും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഒരു സിനിമയിൽ 3D ഗ്രാഫിക്സ് വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അതുകൂടാതെ ഈ സിനിമയുടെ സൗണ്ട് ഡിസൈനിങ് നമ്മൾ ഇതുവരെ കാണാത്ത വളരെ നവീനമായുള്ള സാങ്കേതിക വശങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു സൗണ്ട് ഡിസൈനിങ് ആണ്. ഇതിലെല്ലാറ്റിലും ഉപരി എമ്പുരാനെ ഏറ്റവും കൂടുതൽ ടെക്നിക്കലി റിച്ച് ആക്കുന്നത് ഇതിനു വേണ്ടി ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ക്യാമറയുടെ ക്വാളിറ്റിയാണ്. അതായത് IMAX സ്ക്രീനിൽ പ്രദർശിപ്പിക്കാൻ യോഗ്യമായിട്ടുള്ള രീതിയിലാണ് എമ്പുരാൻ ഷൂട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. സാധാരണ അനാമോർഫിക് വീഡിയോ അല്ലാതെ വളരെയധികം എക്സ്ട്രീം വൈഡ് ആയിട്ടുള്ള വലിയ സ്ക്രീനിൽ ഫുൾ സ്ക്രീനായിട്ട് കാണാൻ പറ്റുന്ന രീതിയിലുള്ള ക്യാമറ സങ്കേതങ്ങളാണ് ഇതിനു വേണ്ടി ഉപയോഗപ്പെടുത്തിയിട്ടുള്ളതാണ്. റെഡിൻ്റെതാണെങ്കിലും ഏറീസിൻ്റെ ആണെങ്കിലും വളരെയധികം നവീനമായിട്ടുള്ള സാങ്കേതികതയുള്ള ഏറ്റവും പുതിയ ലെൻസുകൾ ഉപയോഗപ്പെടുത്തിയിട്ടാണ് ഇത് ഷൂട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്കറിയാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ എമ്പുരാൻ മലയാള സിനിമയിൽ പുതിയ ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് ഒരു മലയാള സിനിമ ചരിത്രത്തിൽ ആദ്യമായിട്ട് IMAX സ്ക്രീനിൽ പ്രദർശിപ്പിക്കാൻ പോവുകയാണ് എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കാണുമ്പോൾ IMAX സ്ക്രീനിൽ തന്നെ കാണാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ള മറ്റൊരു അഡ്വൈസ് എന്നുള്ളത്. അപ്പോൾ എമ്പുരാൻ എന്ന സിനിമ കാണാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 4 ഘടകങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എന്നാൽ ഈ 4 ഘടകങ്ങളും നമ്മളെ ഈ ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ പൂർണ്ണമായും സംതൃപ്തിപ്പെടുത്തും എന്നുള്ളതിൽ ഒരു ഗ്യാരണ്ടിയും ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ നഗ്നമായിട്ടുള്ള ഒരു സത്യം. എന്നാൽ ഇനി ഞാൻ പറയാൻ പോകുന്ന കാരണം തീർച്ചയായിട്ടും എമ്പുരാൻ എന്ന സിനിമ നിങ്ങളെ പൂർണ്ണമായും സംതൃപ്തിപ്പെടുത്തും. കാരണം എമ്പുരാൻ എന്ന സിനിമ കാണാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഇതിൻ്റെ കെട്ടുറപ്പുള്ള തിരക്കഥയാണ് എന്നുള്ളതാണ്. അതായത് ലൂസിഫർ എന്ന സിനിമ 100 കോടിയിലധികം ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയതിന് ഒരുപാട് കാരണങ്ങളുണ്ടെങ്കിലും ഈ ഒരു സിനിമ കണ്ട എല്ലാ പ്രേക്ഷകരും ഒരേപോലെ ഇഷ്ടപ്പെടാനുള്ള ഒരു പ്രധാന കാരണം ആ ഒരു സിനിമയുടെ കെട്ടുറപ്പുള്ള തിരക്കഥയായിരുന്നു. ആ സിനിമയിലെ വളരെ ഇൻഡെപ്ത് ആയിട്ടുള്ള ക്യാരക്ടറൈസേഷൻ ആയിരുന്നു ആ ഒരു സിനിമ ഹിറ്റാവുന്നതിന് പ്രധാന കാരണം. അതുകൊണ്ട് തന്നെ ലൂസിഫറിന്റെ 2ാം ഭാഗം എഴുതുമ്പോൾ മുരളി ഗോപി എന്ന പ്രഗത്ഭനായിട്ടുള്ള തിരക്കഥാകൃത്ത് വളരെയധികം സൂക്ഷ്മത പാലിച്ചിട്ടാണ് L2 എമ്പുരാന് വേണ്ടി തിരക്കഥ രചിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്കറിയാൻ സാധിച്ചത്. ഒരുപാട് തവണ പൃഥ്വിരാജുമായി കൺസൾട്ട് ചെയ്ത് ഒരുപാട് തിരുത്തലുകൾ വരുത്തി വളരെയധികം വാഗ്വാദങ്ങളെല്ലാം ഉണ്ടായിട്ടാണ് എമ്പുരാന്റെ തിരക്കഥ ലോക്ക് ചെയ്തിട്ടുള്ളതെന്നാണ് നമുക്കറിയാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ എമ്പുരാനിലെത്തുമ്പോൾ നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ള കഥാപാത്രങ്ങളുടെ വ്യത്യസ്തമായിട്ടുള്ള ഷെയ്ഡും അല്ലെങ്കിൽ ആ ഒരു കഥാപാത്രത്തിന്റെ കൂടുതൽ ഡീറ്റെയിലിംഗ് നമുക്ക് കാണാൻ സാധിക്കുന്നു. അതോടൊപ്പം തന്നെ എമ്പുരാനിൽ പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന നിരവധി കഥാപാത്രങ്ങൾ, പ്രത്യേകിച്ച് എമ്പുരാനിൽ നമ്മൾ കാണാൻ പോകുന്ന എമ്പുരാനിലെ മെയിൻ വില്ലൻ, ആ ഒരു കഥാപാത്രത്തിന്റെ കരിഷ്മ എങ്ങനെയായിരിക്കും, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ വളരെ നല്ല രീതിയിൽ കൺസ്ട്രക്ട് ചെയ്തെടുത്തിട്ടുള്ള ഒരു തിരക്കഥയാണ് എമ്പുരാനിൽ ഉള്ളത് എന്നുള്ളത് നമുക്ക് തീർച്ചയാണ്. മുരളി ഗോപി വളരെ ബ്രില്യൻ്റ് ആയിട്ട്
എമ്പുരാന്റെ തിരക്കഥ രചിച്ചിട്ടുണ്ട് എന്നാണ് നമുക്കറിയാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ ഈ ഒരു തിരക്കഥയുടെ കെട്ടുറപ്പ് എമ്പുരാൻ എന്ന സിനിമ നമ്മളെല്ലാവർക്കും, എല്ലാ ജനറേഷനിലുള്ളവർക്കും, എല്ലാ നടന്മാരെയും ആരാധിക്കുന്ന മലയാള സിനിമ ആസ്വാദകർക്കും, മലയാളികൾ എല്ലാത്തവർക്കും, വിദേശികൾക്കും ഒക്കെ ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്ക്രിപ്റ്റ് ആണ് ഇതിൻ്റെ എന്നുള്ളതാണ് എമ്പുരാൻ എന്ന സിനിമ കാണാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. അപ്പോൾ ഈ ഒരു 5 കാര്യങ്ങളാണ് എമ്പുരാൻ എന്ന ബ്രഹ്മാണ്ഡ സിനിമ തിയേറ്ററിൽ പോയി കാണാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങൾ. ഇവയെ കൂടാതെ നിരവധി ഫാക്ട്സ് ആണ് എമ്പുരാൻ കാണാൻ നമ്മളെ ഓരോരുത്തരെയും തിയേറ്ററിൽ എത്തിക്കുന്നത്. എമ്പുരാൻ എന്ന സിനിമ വമ്പൻ ഹിറ്റാവുന്നതിനും ഈ ഒരു കാരണങ്ങൾ തന്നെയാണ് എന്നാണ് ഞാൻ അനുമാനിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ ഞാൻ വിട്ടുപോയിട്ടുള്ള പല ഫാക്ട്സും ഉണ്ടാകും. നിങ്ങൾക്ക് അതെല്ലാം ഇവിടെ സൂചിപ്പിക്കാം. നിങ്ങൾക്ക് മറ്റേതെങ്കിലും ഘടകങ്ങളാണ് എമ്പുരാൻ കാണാൻ നിങ്ങൾ തിയേറ്ററിൽ എത്തിക്കുന്നെങ്കിൽ അത് നിങ്ങൾക്ക് ഇവിടെ കമൻ്റായി രേഖപ്പെടുത്താം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം, നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഒന്ന് ഷെയർ ചെയ്തേക്കണം. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം ഇതുപോലെ ഒരുപാട് ഇൻഫർമേറ്റീവ് ആൻഡ് എന്റർടൈനിങ് ആയിട്ടുള്ള വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ദിസ് ഇസ് ജുബൈർ സൈനിങ് ഓഫ്.